സിനിമ സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതുണ്ട്. ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഒരു വിൻറ്റേജ് ലാലേട്ടനൊക്കെ കാണാം. അടിപൊളി അടിപൊളി പക്ക ഫാമിലി പടം. അപ്പം ഒരു കട്ട ലാഗാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കട്ട ലാഗായിട്ട് നമുക്ക് തോന്നിയത്. കട്ട ലാഗുമാണ്. പിന്നെ ഒരു പഴയ ലാലേട്ടൻ കൊണ്ടു തരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ലാലേട്ടൻ്റെ ഒരു കിളവൻ ലാലേട്ടനെ കൊണ്ടുവന്ന് സത്യനന്ദിക്കാട് മോഹൻലാലിനെ വെച്ചിട്ട് വളരെ ഒരു കോമാളിത്തര കാണിച്ചു കൂട്ടുന്നു. എനിക്കൊരു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഫാൻസിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഫാൻസിന് പോലും ഇഷ്ടപ്പെടില്ല. കാരണം അത്രക്കും ഫാൻസിന് വിഷമമുണ്ട് അത് കാണുമ്പോൾ. കാരണം അങ്ങനെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഒരു സത്യനന്ദിക്കാടിൻ്റെ മൂവി എന്നൊക്കെ പറയുമ്പോൾ 10 വർഷത്തിന് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ ഒന്നിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കട്ട ലാഗ്, ഒരു വളരെ സ്ലോവിൽ വരെ ഒരു ഇൻ്റർവെൽ പഞ്ച് ഉണ്ടാവും ഏതൊരു പടത്തിനും. അതുപോലും ഇല്ല. നല്ല പടമാണ്, നല്ല ഫിലിമാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല ഫിലിമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടു. ഫസ്റ്റ് ഹാഫ് ഒരു കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല പടമാണ്, നല്ല പടം. സത്യനന്ദിക്കാട് പടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ലാളിത്യമുണ്ട്. അപ്പോൾ മോഹൻലാൽ ഇപ്പോൾ തുടരും സിനിമയിൽ അതേപോലെ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷേ അത് ഇത്തിരി മാസമാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു ലളിതമായിട്ടുള്ളൊരു മോഹൻലാൽ, നമുക്ക് മിസ് ചെയ്യാറുള്ളൊരു മോഹൻലാലിനെ തന്നെ പ്രതീക്ഷിക്കുന്നു. കൂടെ സംഗീത് പ്രതാപം കൂടി ഉള്ളതുകൊണ്ട് ഒരു ഗംഭീര കൂട്ടുകെട്ട്. പഴയ ശ്രീനിവാസൻ മോഹൻലാൽ എന്ന പോലെ തന്നെ ഒരു പുതിയ കൂട്ടുകെട്ടും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നല്ലേ, അപ്പൊ ഇടയ്ക്ക് തുടരും വന്നു. തുടരും എക്കാലത്തെയും മികച്ച, അതായത് നഷ്ടപ്പെട്ടു പോയ പെർഫോമൻസ് ഒക്കെ തിരിച്ചു വന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ പെർഫോമൻസ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? ബെറ്റർ പെർഫോമൻസ് അല്ല, ഒരു ബെറ്റർ എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു ബെറ്ററായിട്ട് ഒരു മോഹൻലാലിനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പടത്തിൽ. കാരണം തുടരുമിൽ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, മാസമാണല്ലോ. ഇതിൽ ഫൈറ്റൊന്നും ഇല്ലാത്ത ഒരു ആ നാടോടിക്കാരിലെ അല്ലെ ഈ തന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ ഒരു മോഹൻലാലിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ. ഹോപ്പുണ്ട്, നല്ല സിനിമയായിരിക്കുന്നു. കാരണം സത്യനന്ദിക്കാടും ലാലേട്ടൻ പോകുമ്പോൾ അധികം നിരാശപ്പെടുത്തിയ സിനിമകളൊന്നും ഇല്ലാത്ത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ പഴയ സിനിമകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. മഴയത്ത് ഇത്ര നല്ല സിനിമയും കാണാൻ പറ്റിയതും പിന്നെ ഐശ്വര്യമായിരിക്കും. 2 സിനിമയും നല്ലതായിട്ട് തന്നെ ആശംസിക്കുന്നു. അടിപൊളി പടവും ക്ലാസിക് പടമാണെന്ന് വിചാരിക്കണേ. പിന്നെ നല്ല പടം, പാട്ടുകൾ രസമാവും എന്നൊക്കെ വിചാരിക്കുന്നു. അടിപൊളിയാകും എന്നാണ് തോന്നുന്നത്. നല്ല പടമാവും. നല്ലൊരു ഫാമിലി സിനിമയായിരിക്കും എന്നാണ് അഭിപ്രായം. നല്ലൊരു കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി സിനിമ കാണാൻ ഹൃദയപൂർവ്വം കൊടുക്കുന്ന ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ലാലേട്ടൻ്റെ കൂടെ ഒരു ഓണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. പഴയ ലാലേട്ടൻ കിട്ടുമെന്നുള്ളത്. ടിക്കറ്റ് ബുക്കിങ്ങിനൊന്നും വലിയ റഷൊന്നുമില്ല. ഇവിടെ ഫുൾ ആയിട്ടില്ലല്ലോ. 2 ഇതിലും സീറ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മോഹൻലാൽ സത്യനന്ദിക്കാട് മൂവിയാണ് അതിൻ്റെ മെയിൻ. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അത്രയുള്ളൂ. അല്ല, ഈ ട്രെയിലർ നമുക്ക് കാണുന്നത് ഒരു പ്രോമിസിംഗ് ആണ്. അപ്പോൾ മോഹൻലാൽ മുമ്പുണ്ടായിരുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് ഒരു കോംബോ, ആ ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് ഇതിനകത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.